ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എവിടെയാണ് പോകുന്നതെന്നുള്ളത്. ഞങ്ങളിതാ ഗൈസ് തഞ്ചാവൂരേക്കാണ് പോകുന്നത്, തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിളിൽ. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മളിതാ പോകണമെന്ന് വിചാരിച്ചൊരു സ്ഥലമാണ്. ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഒരു 3-4 മാസം മുന്നേ പോയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എന്തായാലും വിസിറ്റ് ചെയ്യണം, അത്രയും ഉണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് സെറ്റായി നിൽക്കുമ്പോഴാണ് ഇൻസ്റ്റയിലൊക്കെ അത് വൈറലായിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ അധികം ഒന്നും ലേറ്റ് ആക്കിയില്ല, ട്രെയിനൊക്കെ വേഗം ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ വീക്കെൻഡാണ് പിടിച്ചത്. ഫ്രൈഡേ ഈവനിങ് ഒരു 7:30 ആയിരുന്നു ട്രെയിന്. ഡയറക്റ്റ് ട്രെയിൻ അല്ല, നമ്മൾ കോയമ്പത്തൂരേക്കാണ് ആദ്യം പോയത്. പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ തഞ്ചാവൂരേക്കുള്ള ട്രെയിന് മാറി കയറിയിട്ടുണ്ടായിരുന്നു 12:30. ഞാനും അമ്മയും ചേച്ചിയും ചേച്ചീൻ്റെ ഹസ്ബൻഡും മക്കളും പിന്നെ ദേവൂട്ടി, ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അങ്ങനെ എന്താ ട്രെയിനിൽ നിന്ന് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ആയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് ട്രെയിനിൽ കയറി കഴിഞ്ഞ് എല്ലാവരും നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. രാവിലെ നമ്മൾ 6:30 ആകുമ്പോഴാണ് തഞ്ചാവൂർ എത്തുക. അപ്പോൾ പിന്നെ ഏകദേശം തഞ്ചാവൂർ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഇതാ ട്രെയിനിൽ നിന്ന് നല്ല വ്യൂ ആണ് രാവിലത്തെ. അങ്ങനെ ഏകദേശം ഒരു 6:30 ഞങ്ങൾ ഇതാ തഞ്ചാവൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി പെരിയകോവിലേക്ക് 1 കിലോമീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് പെരിയകോവിലിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഫ്രഷായി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ റൂമിന് അവർ ചാർജ് ചെയ്തത് 1300 രൂപയാണ് ഒരു ദിവസത്തേക്ക്. അപ്പോൾ നിങ്ങൾ തഞ്ചാവൂർ വരുന്ന സമയത്ത് ഇനിയിപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ റെയിൽവേൻ്റെ IRCTCൻ്റെ റൂംസൊക്കെ ഉണ്ടാവും, അത് നമുക്ക് ചെറിയ എമൗണ്ടിന് തന്നെ എടുക്കാം. അങ്ങനെ റൂമിന് ഞങ്ങൾ മാറ്റി ഇറങ്ങുമ്പോഴേക്ക് സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് റൂം. അങ്ങനെ അവിടുന്ന് ഞങ്ങളൊരു ഷെയർ ഓട്ടോ വിളിച്ചിട്ടായിരുന്നു അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പെരിയകോവിൽ എന്നറിയപ്പെടുന്ന ബൃഹദേശ്വര ടെമ്പിളിലേക്കായിരുന്നു ഞങ്ങൾ ആദ്യം തന്നെ പോയത്. ഞങ്ങളവിടെ എത്തുമ്പോൾ ഏകദേശം സമയം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല തിരക്കും ആയിട്ടുണ്ടായിരുന്നു. ഈ ടെമ്പിളിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പോൾ തന്നെ നിങ്ങൾ കുറേ വീഡിയോസിലും റീൽസിലും ഇൻഫോർമേഷനും ഒക്കെ ആയിട്ട് കുറേ കേട്ടിട്ടുണ്ട് അല്ലേ. 11-ാം നൂറ്റാണ്ടിലെ ചോളരാജാക്കന്മാർ പണിയച്ചിട്ടുള്ള ഒരു വലിയ ടെമ്പിളാണ് ഈ പെരിയകോവിൽ എന്ന് പറയുന്നത്. ഈ ടെമ്പിളിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കഥകൾ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അതൊക്കെ പല വീഡിയോസിലായിട്ട് നിങ്ങൾ കേട്ടിട്ടും ഉണ്ടാകും. നമ്മളവിടെ എത്തിയ സമയത്ത് നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് അത്യാവശ്യം ഉരുകിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. പെരിയകോവിൽ വരുന്ന സമയത്ത് നിങ്ങൾ രാവിലെ നേരത്തെ വരണം, അല്ലെങ്കിൽ ഈവനിങ് വരണം, എന്നാലേ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റീസ് വീഡിയോസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു.
രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ പോയത് കാരണം നമുക്ക് അമ്പലത്തിൽ അധികം നേരം നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയായപ്പോഴേക്കും നല്ല ചൂടടിച്ച് ഉരുകിയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാനാട്ടോ. ഏകദേശം ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാറ്റി വെച്ച് നമ്മൾ ലഞ്ചാണ് കഴിക്കാൻ പോകുന്നത്. പോകുന്ന വഴിക്ക് ഇതാ കുറേ തഞ്ചാവൂർ ബൊമ്മയും കണ്ടു. അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള വസന്തഭവൻ എന്നായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ച ആയതുകൊണ്ട് തന്നെ നമ്മളിതാ ഒരു വെജ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ വിശപ്പൊക്കെ മാറ്റി ഞങ്ങൾ പിന്നെ നേരെ പോയത് റൂമിലേക്കാണ്. അപ്പോൾ വെക്കേറ്റ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അടുത്ത ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അടുത്ത ടെമ്പിളിലേക്ക് നമുക്ക് ഉച്ചയ്ക്ക് 1:30ക്കാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ കുറച്ച് നേരം റൂമിൽ റെസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങിയായിരുന്നു. നെക്സ്റ്റ് ടെമ്പിളിൽ പോകാമെന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് നല്ല മടി ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ നല്ല ടയേർഡായിട്ടുണ്ട് വെയിൽ കാരണം. പിന്നെ അവിടുന്ന് ഉച്ചയ്ക്ക് 1:30 ഞങ്ങൾ തഞ്ചാവൂരിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്കുള്ള ട്രെയിൻ കയറി. അവിടുന്ന് പിന്നെ ബസ് കയറി 10 കിലോമീറ്റർ പോയിട്ടാണ് നമ്മൾ ഈ ശ്രീരംഗനാഥസ്വാമി ടെമ്പിളിൽ എത്തിയത്. ബസ് ഇറങ്ങി ഒരു 5 മിനിറ്റോളം അമ്പലത്തിലേക്ക് നടക്കാനുണ്ട്. ഞങ്ങൾ നല്ല ടയേർഡായ കാരണം ഒരു കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് പോയത്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ രംഗനാഥ സ്വാമി ടെമ്പിൾ. ഏതാണ്ട് 156 ഏക്കർ വിസ്തീർണത്തിൽ പരന്നു കിടക്കുന്ന ഈ ക്ഷേത്ര സങ്കേതം വൈഷ്ണവ ആരാധനയുടെ പ്രമുഖ കേന്ദ്രത്തിൽ ഒന്നാണ്. ഭാരതത്തിലെ തന്നെ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള ക്ഷേത്രമാണ് ശ്രീ രംഗനാഥ സ്വാമി ടെമ്പിൾ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രവും ഉൾപ്പെടുന്നുമുണ്ട്. ഈ അമ്പലത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. ഞങ്ങൾ ഈവനിങ് എത്തിയ കാരണം നല്ല തിരക്കായിരുന്നു. പൂജ സമയത്താണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയത്. അന്നേരം നല്ല വരി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലം ചുറ്റി ഇറങ്ങി വരുമ്പോഴേക്കും ഒരുപാട് സമയമായിട്ടുണ്ട്. ശ്രീരംഗത്ത് നിന്ന് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. രാത്രി 7:55 ശ്രീരംഗത്ത് നിന്ന് കോഴിക്കോടേക്കുള്ള ട്രെയിന്. അപ്പോൾ നമ്മളിതാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനത്തെ ക്ലോക്ക് റൂമിൽ നിന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. 7:55 ട്രെയിന് കോഴിക്കോടേക്കുള്ള ഡയറക്റ്റ് ട്രെയിനാണ്. രാവിലെ 5:30 ട്രെയിന് കോഴിക്കോട് എത്തും. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോളുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം.